ശ്രീ ലാൽകുമാറിലേക്കാണ് വരുന്നത്. ഇതിലൊരു പ്രശ്നം, ബി ജെ പി അങ്ങനെ എത്തിയിട്ടേ ഇല്ല. ബി ജെ പി 2024 നിന്ന് പിന്നോട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ പിന്നോട്ട് പോകുന്ന ഇടത്ത് അവരെ ആ നിലയിൽ എത്തിക്കുന്നതിൽ കോൺഗ്രസിനേക്കാൾ ഫലപ്രദമായി അവരെ ചെറുത്തു നിന്നത് CPIM ആണ് അല്ലെങ്കിൽ LDF ആണ് എന്നാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിരീക്ഷണം. അതുമായി ബന്ധപ്പെട്ട് അതിന് ചില ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചു. ഇപ്പോൾ കൊടുങ്ങല്ലൂരിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ അവർ കഴിഞ്ഞ തവണ ഒരു സീറ്റിനോ മറ്റോ ആണ് അത്ര മികവോടെ വന്നു, അതുകൊണ്ട് ഇത് അടുത്ത തവണ ഞങ്ങൾ പിടിച്ചു എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് LDF മികവോടെ ഇത്തവണ മുന്നേറി എന്നുള്ളതാണ് പറഞ്ഞു വെച്ച ഒരു പ്രധാന കാര്യം. പക്ഷേ ശ്രീ പൊടിപ്പാറ പറഞ്ഞതിൽ മറ്റൊന്നുകൂടി ഉണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഈ താരതമ്യത്തിന് അദ്ദേഹം പാലക്കാടിനെ ഉപയോഗിച്ചു. ഇപ്പോൾ ശ്രീ NN കൃഷ്ണദാസിൻ്റെ പാലക്കാട് നഗരസഭ പറഞ്ഞത് എന്താണ്? അവിടെ ഇപ്പോഴും BJP ഒന്നാം കക്ഷിയാണ്. അവിടെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്സിന് ഇപ്പോൾ പന്തളത്തും കൊടുങ്ങല്ലൂരും ഒക്കെ BJPയെ എങ്ങനെ LDF പ്രതിരോധിച്ചോ ആ മട്ടിൽ പ്രതിരോധിച്ച് മുന്നിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ പ്രദേശങ്ങളിലൊക്കെ ഇടതുപക്ഷത്തിന് അത് കഴിഞ്ഞു എന്ന് വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഫലപ്രദമാണ് കോൺഗ്രസിനേക്കാൾ BJP. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നറേഷൻ പോയത്. അങ്ങനെയാണ് ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ ശ്രീ ലാൽകുമാറിലേക്ക്. സാധാരണ ഇപ്പോൾ ശ്രീ പൊടിപ്പാറ ആദ്യം പറഞ്ഞു കഴിഞ്ഞ കുറച്ചുകൂടി ദീർഘമായ വാർത്താ സമ്മേളനമായിരുന്നു, 5-6 മിനിറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന്. അത് അത്രമാത്രം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെപ്പോഴും കാണുന്നതാണ് പരമാവധി അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ് പോട്ടെ, ഒരു 40 മിനിറ്റ് വരെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി ബന്ധപ്പെട്ട വിശദീകരണം ഉണ്ടാവും. പിന്നീട് ഒരു 20 മിനിറ്റാണ് ഏറ്റവും കുറഞ്ഞത് പോവുക. വളരെ അപൂർവമായി മാത്രമേ കുറച്ചുകൂടി നീണ്ടിട്ടുണ്ടാവുള്ളൂ. ഇന്ന് അതിലും അപ്പുറത്തേക്ക് ആ വാർത്താ സമ്മേളനം പോയി. ചോദ്യങ്ങൾ, ഈ സമീപകാലത്തെ എല്ലാ വിഷയങ്ങളിലേക്കും മാധ്യമപ്രവർത്തകർ പോയി, അതിലെല്ലാം ഉത്തരം പറഞ്ഞു. ഞാനിത് പറയാൻ കാരണം ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നില്ല, എത്രയോ വർഷങ്ങളായി. മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളെ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവ് പോലും ഇപ്പോൾ ഇവരെല്ലാം ചോദ്യം ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഏത് പത്രമാണ് ഏത് മാധ്യമമാണെന്ന് ചോദിക്കും, ചിരിക്കും, ചിലപ്പോൾ വിമർശിക്കും. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഉണ്ടാക്കി വെച്ചൊരു തെറ്റായ കീഴ്വഴക്ക രീതിയുണ്ട്. അതായത് ഏത് മാധ്യമമാണെന്ന് ചോദിക്കില്ലാൽ ചോദിച്ചിട്ട് ഇപ്പോൾ കൈരളിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉത്തരം പറയാൻ ബാധ്യസ്ഥമായ ഒരു ചോദ്യം ചോദിച്ചാൽ കൈരളിയാണെങ്കിൽ പറയില്ല എന്ന് പറയും. പക്ഷേ അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു തെറ്റായ പ്രവണതയുടെ തുടക്കം കുറിക്കലാണ്. ഇവരൊക്കെ ആ മാധ്യമത്തെ വിമർശിക്കുമായിരിക്കും, മാധ്യമ ശൈലിയെ വിമർശിക്കുമായിരിക്കും, പക്ഷേ ഉത്തരം പറയും. മുഖ്യമന്ത്രിയിൽ നിന്നടക്കം നമ്മൾ നിരന്തരം കാണുന്ന വിമർശനം ഉണ്ടെങ്കിൽ ഉത്തരം കിട്ടും. പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉത്തരം കിട്ടുകയില്ല. അദ്ദേഹം അത് നേരെ കൈരളി എന്ന ബ്രാൻഡ് ചെയ്തുകൊണ്ട് തനിക്ക് അനിഷ്ടകരമായ പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളെ അൺഅറ്റൻഡഡ് ആക്കും. നോക്കൂ, ഈ വാർത്താ സമ്മേളനം പല നിലയ്ക്കും വിലയിരുത്തേണ്ടതാണോ ലാലിൻ്റെ കണ്ണിൽ, കാഴ്ചപ്പാടിൽ? അല്ല, നോക്കൂ, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഏതാണ്ട് 15 മിനിറ്റ്, സാധാരണഗതിയിൽ 1 മണിക്കൂറാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിന് അനുവദിച്ചിട്ടുള്ളത്. ആ അനുവദിച്ച സമയത്തിൽ നിന്ന് ഏതാണ്ട് 15 മിനിറ്റോളം അദ്ദേഹം കൂടുതൽ ഇന്ന് സംസാരിക്കുകയുണ്ടായി. ഒരുമാതിരിപ്പെട്ട ചോദ്യങ്ങളെല്ലാം കേരളത്തിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് 1000 ചോദ്യങ്ങൾ കാണും. ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാനൊന്നും പറ്റില്ല. അതിനു പകരം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരളം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ അദ്ദേഹം മറുപടി പറയാതെ പോയോ, നിങ്ങൾക്ക് മറുപടി കൺവിൻസിങ് ആണോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ മൊത്തത്തിൽ നമ്മൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരുമാതിരിപ്പെട്ട വിഷയങ്ങളിലെല്ലാം അദ്ദേഹം മറുപടി പറഞ്ഞു തന്നെയാണ് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നും തന്നെ മിസ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല. അതിൽ കൂടുതൽ ആവശ്യമില്ല. പിന്നെ ഈ പറയുന്ന 5 മിനിറ്റ് കൂടുതലിരുന്നില്ല, 10 മിനിറ്റ് കൂടുന്നില്ല, അത് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ വേണ്ടി എപ്പോഴും ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. കേരള രാഷ്ട്രീയ മണ്ണിൽ മുഖ്യമന്ത്രിയുടെ ഒരു വിഷയത്തിലുള്ള അഭിപ്രായം, ഇന്ന വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ അഭിപ്രായമേ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞൊരു വിഷയമില്ല. അദ്ദേഹം ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ എങ്ങനെയുമൊക്കെ അഭിപ്രായം പുറത്തു പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചോദിക്കുന്നത് പോലെ മറുപടി പറയാൻ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം മാധ്യമങ്ങൾ താരാട്ട് പാട്ടി വളർത്തിയ നേതാവല്ല സഖാവ് പിണറായി വിജയൻ. മാധ്യമങ്ങൾ എതിർത്ത് തന്നെ വളർത്തിയാണ്. അപ്പം മാധ്യമങ്ങളെ അപ്പുറത്ത് നിർത്തിയാൽ മതി. അത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് നിങ്ങൾ എന്നോട് കുറേ ചോദ്യം ചോദിക്കുമെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് അതിനകത്തെ ഏറ്റവും വലിയ കാര്യം. പിന്നെ താങ്കൾ സൂചിപ്പിച്ച ഇവിടെ വന്ന ഒരു വിഷയം BJPയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ച ഒരു പഞ്ചായത്ത് കവിയൂർ പഞ്ചായത്താണ് നിങ്ങളുടെ. അതിനകത്ത് യഥാർത്ഥത്തിൽ എൻ്റെ പഞ്ചായത്താണ്, ഞാൻ നിൽക്കുന്ന പഞ്ചായത്താണ്. കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ ഭരണമായിരുന്നു കവിയൂർ പഞ്ചായത്തിൽ. ആ കവിയൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം BJP ഭരണം വരുന്നതിന് കാരണം തന്നെ കോൺഗ്രസ് 2-3 ഇടത്ത് വിമതർ നിന്നു എന്നുള്ളതാണ്. അങ്ങനെ BJPക്ക് സ്ഥാനമാനം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞു പോയി. ഈ പ്രാവശ്യം ഭരണം നമ്മളിലേക്ക് എത്തി എന്ന് പറയാൻ പറ്റില്ല. BJPയുടെ ഭരണം അവസാനിപ്പിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇനിയിപ്പോൾ ടോസ് ഇട്ടോ അങ്ങനെ ആയിരിക്കും എടുക്കുന്നത്. കാര്യം LDFും BJPയും ഒരേ കക്ഷി നിലയിലേക്ക് വന്നിട്ടുണ്ട്. അതിലേക്ക് അവരെ പരിമിതപ്പെടുത്താൻ കവിയൂർ പഞ്ചായത്തിൽ കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്ന വേറെ കാര്യമാണ്. മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് വലിയ ഒരു കാര്യം കൊണ്ടുണ്ട്, അത് ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. കവിയൂർ പഞ്ചായത്തിൽ എന്തുകൊണ്ട് LDFന് ഭരണം നഷ്ടപ്പെട്ടു എന്നറിയാമോ?
കോൺഗ്രസിന് നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട സ്ഥാനാർത്ഥി രാവിലെ മുങ്ങി. കൈരളിക്ക് വാർത്ത ഉണ്ടായിരുന്നു, കേരളത്തിലെല്ലാം വാർത്ത ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാവും ശരത്ത്. കോൺഗ്രസിൻ്റെ ഒരു വാർഡിലെ സ്ഥാനാർത്ഥി ഇവിടെ മുങ്ങി, അയാളെ കാണാനേ ഇല്ല. ഇതാണ് സംഭവിച്ചത്. ആ വാർഡ് BJP ജയിച്ചു. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു, BJP ജയിച്ചു. 20 വോട്ടിനോ അങ്ങനെ എന്തോ ആണ് ജയിക്കുന്നത്, ഞാൻ വോട്ട് ഓർക്കുന്നില്ല. ആ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ട് എങ്കിൽ കവിയൂർ പഞ്ചായത്ത് ഇപ്പോൾ പറഞ്ഞില്ലേ ഡിസ്പ്യൂട്ട് പോകാത്ത രീതിയിൽ LDF ഭരിക്കും. ഇതാണ് പലയിടത്തും നടന്നിട്ടുള്ളത്. ഇന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സംസാരിച്ച കണ്ടില്ലേ, തിരുവനന്തപുരത്തെ വിഷയമായിട്ട് 1000 വോട്ടിൽ താഴെയുള്ള എത്രയോ മണ്ഡലം, 26 മണ്ഡലത്തെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇത് കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കൂ, LDF പരാജയപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയാൻ ആഗ്രഹിച്ചു, പാർട്ടിയുടെ വിലയിരുത്തൽ അവിടെ നിൽക്കട്ടെ. ഞാൻ പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തുന്നതിന് കാരണം ഞാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഒരു റിസൾട്ട് വന്നില്ല. അത് ചിലപ്പോൾ ഗോവിന്ദമാഷ് പോലും അങ്ങനെ തന്നെ ആയിരിക്കും കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ രാഷ്ട്രീയ അടിത്തറയുടെ കാര്യത്തിലൊന്നും നമുക്ക് ഒരു സംശയവുമില്ല. നമ്മുടെ പെർഫോമൻസ് കോമ്പീറ്റൻറ്റ് പെർഫോമൻസ് ആണ്. പലയിടത്തും വോട്ട് കിട്ടിയേക്കുന്നതൊക്കെ വളരെ വ്യക്തമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ അതിനെ ഒരു പരാജയമായിട്ടാണ് ഞാൻ വ്യക്തിപരമായി കാണുന്നത്. കാര്യം എനിക്ക് പരീക്ഷ എഴുതി കിട്ടേണ്ട മാർക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എവിടെയോ ഒരു തെറ്റ് പറ്റിയല്ലോ. ആ തെറ്റ് പരിശോധിക്കാനായിട്ടുള്ള സംവിധാനം CPIM-ന് ഇന്ന് മറ്റൊരു പാർട്ടിയെക്കാട്ടിലും വ്യക്തമായി CPM-നുണ്ട്. നമ്മുടെ വോട്ടുകൾ മാറിപ്പോകുന്നുണ്ടോ, നമ്മുടെ വോട്ടുകൾ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള എന്ത് പ്രവൃത്തിയാണ് നടത്തേണ്ടത്, ഇതിനൊക്കെ സംവിധാനം കൃത്യമായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം, കോൺഗ്രസ് വിചാരിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു കോമ്പീറ്റൻസ് കൊണ്ട് കിട്ടിയ റിസൾട്ടാണിതെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. നോക്കൂ, എറണാകുളം കോർപ്പറേഷൻ എടുക്കൂ. നമ്മളെ മുന്നിൽ ആദ്യം വിചാരിച്ചിരുന്ന ചർച്ചകളിലൊന്നാണല്ലോ കോർപ്പറേഷൻ, തിരുവനന്തപുരം എറണാകുളം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ ഇന്ന് മറ്റൊരു ചർച്ചയ്ക്കകത്ത് തീരുകയും ചെയ്തു ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. മാന്യമായ രീതിയിൽ ഭൂരിപക്ഷം കിട്ടിയ ഒരു സ്ഥലത്ത്, ആ സ്ഥലത്ത് ഒരാളെ, ഒരു മേയറെ മാന്യമായി തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് കഴിയുന്നില്ല. ഇതാണ് സത്യം. ഇതിപ്പോൾ നോക്കൂ, നമ്മുടെ എല്ലാ ചർച്ചയിൽ, മിക്കവാറും എല്ലാ ചർച്ചകളിലും സമ്പന്നമാക്കുന്ന ശ്രീകുമാർ ഏട്ടൻ പറഞ്ഞത്, ശ്രീകുമാർ ഏട്ടൻ്റെ പേര് അദ്ദേഹം ഇല്ലാത്ത ആബ്സെൻസിൽ എടുക്കാമെന്ന് വിചാരിക്കേണ്ട, അദ്ദേഹം പറഞ്ഞൊരു ഫാക്റ്റാണ്. അവനവനിസമാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നതെന്ന് അദ്ദേഹം ഒരു പ്രയോഗം നടത്തി. ഞാൻ അപ്പോൾ ആ ചർച്ചയിൽ സൂചിപ്പിച്ചത്, അവനവനിസം ഇവിടെ മാത്രമല്ലല്ലോ, സംസ്ഥാനത്തെ കാര്യങ്ങളിൽ വരുമ്പോൾ നടക്കത്തില്ലേ? ഇതാണ് സത്യം. കോൺഗ്രസ്സിന് ചിട്ടയായി ഒരു പാർട്ടിയുടെ ലക്ഷ്യമുണ്ട്. ഒരു പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ലക്ഷ്യം ഇവിടുത്തെ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇമ്മെറ്റീരിയലാണ്, ഗോവിന്ദമാഷ് ഇമ്മെറ്റീരിയലാണ്. ഇപ്പം ഇന്നത്തെ നിലയിലെടുത്താൽ പിണറായി വിജയൻ വലിയ ആളാണോ? അതെ. പിണറായി വിജയൻ പറയുന്നത് പാർട്ടി കേൾക്കുമോ? കേൾക്കും. ഗോവിന്ദമാഷ് പറയുന്ന പാർട്ടി കേൾക്കുമോ? കേൾക്കും. കാര്യം അദ്ദേഹത്തിനെ ഈ പാർട്ടി വളർത്തി, പാർട്ടിയെ അദ്ദേഹവും വളർത്തി. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. അത് പാർട്ടി ശ്രദ്ധിക്കും. അതുകൊണ്ട് പാർട്ടി വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞാൽ CPIM കേൾക്കുമോ? ഞാനത് അതിലേക്കാണ് വരുന്നത്. നോക്കൂ, അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം പൂർത്തിയാക്കിക്കോളൂ ലാൽ, പൂർത്തിയാക്കൂ. ഞാൻ പറഞ്ഞു വന്നത്, ചിട്ടയായ പ്രവർത്തനത്തിന് എല്ലാ സാധ്യതകളും തുറന്നിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. ഒരു ഒബ്ജക്റ്റീവ് അനാലിസിസ് നടത്താൻ പറ്റുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടോ? ഉണ്ട്. പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഇവർ പല ആൾക്കാരുടെ അനാലിസിസ് കേട്ട് കഴിഞ്ഞാൽ ഇത് CPIM ഇല്ലാതായി എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നത്. ഇന്ന് ഞാൻ പറഞ്ഞത്, കോർപ്പറേഷനിൽ മാന്യമായി ഒരു അവനവനിസമാണ് അവിടെ നടക്കുന്നതെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും നടക്കുക? ഈ അവനവനിസമാണ് നടക്കുന്നത്. പാർട്ടിയുടെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസിന്റെ ലക്ഷ്യം കുറേ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിന്റെ നേതാക്കന്മാർക്ക് ആളാണ്. അതല്ല മറ്റുള്ള പാർട്ടിയുടെ ലക്ഷ്യം. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ആ ചട്ടക്കൂടിൽ നിന്ന് വേണം നമ്മൾ കാര്യങ്ങളെ നിരീക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യത്തെ ശ്രദ്ധിച്ചു. ശരി, ഇന്നിപ്പോൾ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത് കൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് ഗ്രൂപ്പുകളില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസിൽ കൊച്ചിയിൽ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് തന്നെ വളരെ പ്രത്യക്ഷമായി, വളരെ പരസ്യമായി രൂപപ്പെട്ടിരിക്കുന്നു. അതിനെതിരെ ഫൈറ്റ് ചെയ്യും, പരാതികൾ കൊടുക്കുമെന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കളാണ്. മാധ്യമങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരോ അല്ല എന്നതും നമ്മൾ പ്രത്യേകം കാണേണ്ടത് കൂടിയുണ്ട്.